നമ്മുടെ ഡയറക്ടർ ശ്രീ S.C. അരുൺകുമാർ, ശ്രീ S.J. സൂര്യ, സുരാജ് വെഞ്ചാറമൂട്, ദുഷ്ര വിജയൻ, എല്ലാവരെയും നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. വീര ധീര ശൂരൻ ഈ മാസം 27-നാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. HR പിക്ചേഴ്സ് ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. നമ്മളിവിടെ ഈ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത് വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു പ്രസ് മീറ്റ് ആണ്. സോ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം. അതിനു മുമ്പ് നമ്മുടെ ക്യാപ്റ്റൻ വീരധീര ശൂരൻ പാർട്ട് 2-ന്റെ ക്യാപ്റ്റൻ ശ്രീ S.C. അരുൺകുമാർ സാർ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നു സിനിമയെ കുറിച്ച്. எல்லாருக்கும் வணக்கம். எங்கள் படம் வீரதீர சூரன் பார்ட் 2 அது 27th March தியேட்டர்ஸில் ரிலீஸ் ஆகுது. விக்ரம் சார் கூட நான் வேலை பார்க்குற ஃபர்ஸ்ட் படம். அது எனக்கு எப்படி இருந்ததுன்னா, இந்த படம் வந்து ஏதோ நாங்கள் 2 பேரும் ஒரு 10 படம் சேர்ந்து வேலை பார்த்து அதுக்கப்புறம் பண்ண ஃபீலில் தான் இந்த படம் எனக்கு இருந்தது. ஏன்னா அவ்வளோ கம்ஃபர்டபுளாக அந்த செட் இருந்தது. ஏன்னா விக்ரம் சார், S.J. சூர்யா சார், இவங்க 2 பேரும் S.J. சார்லாம் ஒரு படத்தில் இருக்காருனாலே அந்த படம் வந்து ரொம்ப பாசிட்டிவாக இருக்குது அப்படின்றது தான் டாக். ஸோ இவ்வளோ சீனியரான ஸ்டார்ஸ் முன்னாடி என்னோட படத்தை என்னை சுதந்திரமாக எடுக்க விட்டதுக்கு ஃபர்ஸ்ட் தேங்க்யூ ஸோ மச் சார். அண்ட் சுராஜ் சார், ஐம் a great fan of his work. அண்ட் ஐம் glad அவரோட தமிழில் ஃபஸ்ட்டு படம் நான் டைரக்ட் பண்ணுறேன்றது எனக்கு ரொம்ப மகிழ்ச்சி. அண்ட் ஒர்க்கிங் வித் துஷாரா இஸ் ஆல்வேஸ் அ செரிஷபிள் திங் ஃபார் மீ. ஏன்னா டிரெக்டரோட விஷனை அப்படியே எடுத்துகிட்டு போய் ப்ரெசென்ட் பண்ணுறதுக்கான முயற்சியில் எப்போவுமே இருப்பாங்க. லைக் ஓகேவா இல்லைன்னா அந்த டேக் எவ்வளோ போனாலும், எவ்வளோ கஷ்டமானதாக இருந்தாலும் அதை கொடுக்கறதுக்கு 100% கன்விக்ஷனோட கொடுக்கக்கூடிய ஒரு ஆர்டிஸ்ட். தேங்க்யூ துஷாரா. அண்ட் ஐ ரியலி வாண்ட் டு தேங்க் மை ப்ரொடியூசர் ஃபார் திஸ், பிகாஸ் அவர் ட்ரஸ்ட் பண்ணது தான் இன்றைக்கி இந்த படம் இவ்வளோ பெருசாக வந்திருக்கு. இந்த படம் அவங்க எல்லாருக்கும் பிடிக்கும்னு நான் நம்புகிறேன். இது ஒரு ரியலிஸ்டிக்கான ஒரு மெயின் ஸ்ட்ரீம் கமர்ஷியல் ஃபிலிம். இட்ஸ் அன் ஆக்ஷன் த்ரில்லர், இட்ஸ் அன் என்கேஜிங் ஃபிலிம் டூ. ஸோ ஐ ஹோப் இது உங்களையும் തൃപ്തിപ്പെടുത്തുമെന്ന് നമ്പുറേൻ. താങ്ക് യു സോ മച്ച്. നമ്മളേറെ ഇഷ്ടപ്പെടുന്ന, നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കേരളത്തിന്റെ സ്വന്തം നമ്മുടെ പ്രിയപ്പെട്ട ചിയാൻ വിക്രം സാർ. എല്ലാവർക്കും നമസ്കാരം. എത്ര ക്യാമറാസ് വിചാരിച്ചിട്ടില്ല, കുറച്ച് ടെൻഷൻ വന്നു. വളരെ സന്തോഷം എപ്പോഴും പോലെ കേരളത്തിൽ വരുമ്പോൾ. ഈ പടം ചിത്ത എല്ലാം പറഞ്ഞു, റോ റസ്റ്റിക് ഫിലിം. പക്ഷേ അവർ 2 ടൈപ്സ് ഓഫ് മൂവീസ് ചെയ്യും. എന്ത് രീതിയിൽ ഒരു സേതുപതി പോലെ ഒരു ഭയങ്കര കമേഴ്ഷ്യലായിട്ട് ചെയ്യും. പിന്നെ ചിത്ത പോലെ, ചിത്ത നിങ്ങളെല്ലാം കണ്ടിരിക്കും, ഒരു വെരി സീരിയസ്, വെരി ഡീപ്പ്, വെരി മൂവിങ്, ഹാർട്ട് ഫെൽ, സെൻസിറ്റീവ് ടോപ്പിക് ഉള്ള ഒരു ചിത്രവും ചെയ്യാൻ പറ്റും. ഹീസ് ദാറ്റ് കൈൻഡ് ഓഫ് എ ഡയറക്ടർ. സോ അവർ ഈ പടത്തിൽ 2ഉം കമ്പൈൻ ചെയ്തിട്ട് ഒരു റോ റസ്റ്റിക് ഫീൽ, അതിൽ വളരെ മാസ്സായിട്ട് ഒരു വി ഹാവ് ട്രൈഡ് ചെറുതായിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഗ്രാമർ ഇതൊന്നും ഇല്ലാത്ത ഓപ്പണിങ്ങും ഒരു ഹീറോ ഇൻട്രഡക്ഷൻ, സോങ്സ്, ഫസ്റ്റ് സോങ്, പിന്നെ സീന്, പിന്നെ ഫൈറ്റ് സീക്വൻസ്, പിന്നെ ഇൻ്റർവൽ ബ്ലോക്ക്, പിന്നെ ഫ്ലാഷ് ബാക്ക്, പിന്നെ ക്ലൈമാക്സ്, അങ്ങനെയല്ലാത്ത ഇതോ ഒരു മാറ്റി വേറെ ഒന്ന് ട്രൈ ചെയ്തു. ആൻഡ് it was really an amazing experience. അത് ഞങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ. സോ എനിവൺ തിയേറ്റർക്ക് വരുമ്പോൾ എക്സ്പെക്ട് സംതിങ് a little different. ഡെഫിനറ്റ് ആയിട്ട് ഐ എം ഷുവർ ഞങ്ങൾ ഇറ്റ് ഇംപ്രസ്ഡ് ഓൾ ഓഫ് us when you're working. അങ്ങനെ നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നു ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഈ പടത്തിൽ നോർമലായിട്ട് എല്ലാവരും പെർഫോമേഴ്സ് അല്ലെങ്കിൽ പെർഫോമിംഗ് ആർട്ടിസ്റ്റ് വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഹീ പുട്ട് എ ടീം ടുഗെദർ. എല്ലാവരും ഈ പടത്തിൽ എല്ലാം ചെറിയ എന്നോട് മുകളിലിருந்து എല്ലാം S.J. സൂര്യ സാർ വரைக்கும் എല്ലാവരും ഗ്രേറ്റ് പെർഫോമൻസ്. ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് അവരോട് അഭിനയിക്കുമ്പോൾ. ബട്ട് ഇങ്ങനെ ഒരു കമേഴ്ഷ്യൽ സിനിമയിൽ എന്തിനാ പെർഫോമൻസിന് ചോദിച്ചാൽ ഇത് ഒவ்வொரு സീനിലും
വളരെ മൈന്യൂട്ട് സട്ടിലായിട്ട് ചില വിഷയങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡയറക്ടർ. ആൻഡ് അത് പടം കാണുമ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഞാൻ ചെന്നൈയിൽ ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഒരു മലയാളം പടം കാണുമ്പോൾ ഒരു ഒരു ബ്രീതിങ് സ്പേസ് ഒരു ആർട്ടിസ്റ്റ് മറ്റൊരു ഇപ്പോൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ നമ്മൾ തമ്മിൽ ഒരു ചിന്ന ബ്രീതിങ് സ്പേസ് ഉണ്ടാകും. ഒരു ഡയലോഗും മറ്റു ഡയലോഗും അടുത്ത് നോർമലായിട്ട് അത് തമിഴിൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് இருக்கும். ഇതിൽ കുറേ ബ്രീതിങ് സ്പേസ് തന്നിട്ട് എക്സ്പ്രഷൻസ്ക്ക് വേണ്ടിയോ ഇമോഷൻക്ക് വേണ്ടിയോ ഫൈറ്റ്സ് സോങ് സീൻസ് എല്ലാത്തിലും ഇന്റർവ്യൂ ബ്ലോക്ക് ക്ലൈമാക്സ് എല്ലാത്തിലും ഒരു ഇമോഷണൽ കോണ്ടന്റ് ഉണ്ട് ഈ പടത്തിൽ. ആൻഡ് ഇതിൽ ഐ ഹാഡ് ദ പ്ലെഷർ ഓഫ് വർക്കിംഗ് വിത്ത് SJ. ഐ എം ഹ്യൂജ് ഫാൻ. അവർ സംവിധായകനായിട്ടുണ്ടാകുമ്പോൾ എനിക്ക് ഖുഷി വാലി എല്ലാം ഞാൻ കണ്ടിട്ട് ഞാൻ എത്തിപ്പോയി. അങ്ങനെ ഒരു ഡയറക്ടർ അഭിനയിച്ച് നല്ല നടനായി മാറി. പിന്നെ ഇതാണ് ആദ്യത്തെ പ്രാവശ്യം അവരോട് ഞാൻ അഭിനയിക്കുന്നത്. ഇറ്റ് വാസ് സച്ച് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. താങ്ക് യു വെരി മച്ച്. ആൻഡ് തുഷാര എൻ്റെ പേര് ഇതിൽ ഇങ്ങനെ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ഒരു വയലന്റ് അങ്ങനെ ഒരു ഫിലിമിൽ ഒരു പെണ്ണിക്ക് സ്ഥലമുണ്ടോയെന്ന് വിചാരിച്ചാൽ നിങ്ങൾ പടം കാണുമ്പോൾ കുറച്ച് ഷോക്ക് മൈലീഷ് സർപ്രൈസ് ആൻഡ് ഷോക്ക് കിട്ടും. ബിക്കോസ് ഇതിൽ അവർക്കൊരു വലിയ വളരെ സ്ട്രോങ് ക്യാരക്ടർ ചിത്ത എപ്പോഴും അവരുടെ ഫിലിംസിലെ ലേഡീസ് വിമൻ ക്യാരക്ടർക്ക് ഒരു ഭയങ്കര സ്ട്രെങ്ത് ഉണ്ടാവും, ഒരു ഡെപ്ത് ഉണ്ടാവും. സോ ഇതിൽ എല്ലാം ഇത് ഞാൻ പറഞ്ഞു ഇത് ഒരു ചെറിയ ഫോട്ടോ ഡയലോഗ് വേണ്ട, വേറെ ഏത് വേണം, മ്യൂസിക് വേണ്ട, ഒന്നും വേണം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രേമം ഒരു സ്നേഹം മോർ കെയറിങ് ദാൻ എനിത്തിങ് അങ്ങനെ ചെറിയ ഡീറ്റെയിൽസ് അവർ വളരെ നന്നായിട്ട് ചെയ്തു. ഈസ് ലൈക്ക് എൻ ആർട്ടിസ്റ്റ്. താങ്ക് യു അരുൺ ഫോർ ഇൻട്രൊഡ്യൂസിങ് അസ് ടു യുവർ പെയിന്റിങ്. വളരെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ചെയ്തു. ഇതിൽ സുരാജ് ഐ നോ നിങ്ങൾ എല്ലാവർക്കും സുരാജിന് പറയുമ്പോൾ യു ഓൾ നോ ഹിം. അവർ മൾട്ടി ടാലന്റഡ് മൾട്ടി ഫാസറ്റഡ്. ഞങ്ങളൊരു തമിഴിലൊരു ഇന്റർവ്യൂ ചെയ്തു. ആദ്യം സുരാജ് പറയും ബട്ട് എനിക്ക് ആദ്യം അവർ ഡീറ്റെയിൽ ആയിട്ട് പറയും. ബട്ട് ആദ്യം സ്റ്റോറി കേൾക്കുമ്പോൾ ഒരു വാക്ക് മനസ്സിലാത്ത ഓക്കേന്ന് പറഞ്ഞിട്ട് വന്നു. പിന്നെ അവര് ഷൂട്ടിങ്ങിലാണ് കുറച്ച് മെല്ലെ യുനോ മനസ്സിലായി. സോ അങ്ങനെ കൊണ്ടാണ് ആള് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് തമിഴില് ഫുൾ ഡയലോഗ്സും ഫുൾ കോമഡി ചെയ്തിട്ട് എല്ലാവരും ഞങ്ങളെല്ലാം ഓഡിയൻസാ മാറി. അങ്ങനെ ജസ്റ്റ് ഫോർ എൻ ഇന്റർവ്യൂ. അതുപോലെ മിമിക്രി പിന്നെ ഇപ്പോൾ ഓഡിയോ ലോഞ്ചിലെ ബീറ്റ് ബോക്സിങ് ചെയ്തു. ഐ വാസ് ലൈക്ക് സ്റ്റണ്ട്. ഇപ്പൊ എനിക്ക് പേടി നിങ്ങൾ നെക്സ്റ്റ് ഡാൻസ് പിന്നെ ആക്രോബാറ്റിക്സ് വരെ എന്ത് ചെയ്യും. മിമിക്രി എല്ലാവർക്കും അറിയും അവരെങ്ങനെ ചെയ്യുന്നു. ആൻഡ് ബട്ട് പെർഫോമൻസ് വൈസ് ഒരു മുതൽ എനിക്കറിയാം. ഇത് ഞാൻ മലയാളത്തിൽ സിനിമയ്ക്ക് വരുമ്പോൾ എനിക്ക് ഒരു വാക്ക് എനിക്ക് ഇവൻ വിവാഹം കഴിയുമ്പോൾ ആദ്യത്തെ വാക്ക് മതി. ബിക്കോസ് എല്ലാവരും ഭക്ഷണം ഇടുമ്പോൾ അത്ര ഇട്ടു അപ്പൊ മതി അത് മാത്രം ഞാൻ അപ്പോ പഠിച്ചു. അത് മുൻപ് എനിക്ക് ഒന്നും അറിയത്തില്ല. സോ അപ്പൊ എനിക്ക് ഒരു ഡയലോഗ് ഒരു ലാംഗ്വേജ് അറിയാത്ത ഒരു ലാംഗ്വേജിൽ വന്നൊരു ഡയലോഗ് പറയുമ്പോൾ എത്ര ഒരു ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു ഇതുണ്ട്. അവർ ആദ്യത്തെ സീൻ ഒരു 16 minutes ഷോർട്ട് ആണ്. ഫുൾ ഡയലോഗ്സ് അയാളാണ്. ബട്ട് ഹി ഡിഡ് ഇറ്റ് സോ വെൽ. അത്ര കോൺഫിഡന്റ് ആയിട്ട് വളരെ ഭയങ്കര ഡെപ്ത് കൊണ്ടുവന്നു ഈ ക്യാരക്ടറിൽ. ഇറ്റ്സ് നോട്ട് ഒരു നോർമലായിട്ട് ഇങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടർ അങ്ങനെയില്ല. ഇയാൾക്കും ഞങ്ങൾ എല്ലാവർക്കും ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. ഇതിൽ നെഗറ്റീവ് പോസിറ്റീവ് എനിക്കറിയില്ല. ഐ തിങ്ക് വിർ ഓൾ ഗ്രേ. ഇവർ മാത്രം ഫാമിലി ലവ് ഹസ്ബൻഡ് അത് ഭർത്ത അതൊക്കെ മാത്രം ഇവർ മാത്രം ടോട്ടലി പ്യുവർ. ഞങ്ങളെല്ലാവരും വി മേ ബി ഗ്രേ. പക്ഷേ ഞങ്ങൾ എല്ലാവർക്കും ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. എനിക്കൊരു ആവശ്യമുണ്ട്, ഇവർക്കൊരു ആവശ്യമുണ്ട്, അവർക്കൊരു ആവശ്യമുണ്ട്. സോ അതാണ് സ്റ്റോറി. അതിലെ ഗ്രേ ഷെയ്ഡ്സും കാണിച്ചിട്ട് പിന്നെ അതിലെ ഫ്രണ്ട്ഷിപ്പ് പിന്നെ അതിലെ ദേഷ്യം എല്ലാം സുരാജ് ഞാൻ അവരോട് എല്ലാ പടവും ഞാൻ ഫസ്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ട് അപ്പോഴും തന്നെ ഐ വാച്ച്ഡ് എവറി ഫിലിം ഓഫ് ഹിസ്. വെരി സൂപ്പർ ടാലന്റഡ് ആക്ടർ. താങ്ക് യു സുരാജ് ഫോർ ബീങ് ഇൻ അവർ ഫിലിം. സച്ച് എൻ ഓണർ. ആൻഡ് നന്നായി ചെയ്തു. ഐ ഡോണ്ട് തിങ്ക് ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ബിക്കോസ് ഐ ഹവ് സീൻ സം റിയലി ഗുഡ് ആക്ടേഴ്സ് ഹിന്ദിയിലൊക്കെ വന്നിട്ട് വളരെ നന്നായിട്ട് അഭിനയിക്കും. പക്ഷെ ഡയലോഗ്സ് കിട്ടുമ്പോൾ ഡയലോഗ്സ് പറഞ്ഞാൽ മതി. അത് ചുമ്മാ ലൈക്ക് ദേ ജസ്റ്റ് ലേൺ ഇറ്റ് പഠിച്ചിട്ട് പിന്നെ വന്നിട്ട് വെറുതെ പറഞ്ഞിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകും. സുരാജ് അങ്ങനെയില്ല. പഠിച്ച് AIOU അതെല്ലാം പറയും. പക്ഷെ നന്നായിട്ട് പറയും. സോ സുരാജ് വാസ് സംബഡി ഹു റിയലി ട്രൈഡ് ആൻഡ് ഹ്യൂജ് പ്ലസ് പോയിന്റ്. പിന്നെ ഇവർ മാത്രമല്ല മാലാ പാർവതി ഉണ്ട് ഈ പടത്തിൽ. അവരും ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ ചെയ്തു. വളരെ നന്നായിട്ട് ക്യാരക്ടർ വന്നു. അതുപോലെ പൃഥ്വി ഉണ്ട്. ലൈക്ക് കുറേ ആൾക്കാരുണ്ട് ഇതിൽ. ബട്ട് ഓൾ ഓഫ് ദം ആർ പെർഫോമേഴ്സ്. ദിസ് ഓൾ ഐ വാണ്ട് ടു സേ. ബട്ട് എനിക്ക് റീസെൻ്റ് ആയിട്ട് ഞാൻ കുറേ എപ്പോഴും ഞാൻ കാണുമ്പോൾ ഇപ്പോൾ OTT വന്ന ശേഷം എല്ലാ മലയാള പടങ്ങളും കാണും. അതിൽ റീസെൻ്റ് ആയിട്ട് രേഖാചിത്രം പിന്നെ
പൊന്മാൻ, പിന്നെ മാർക്കോ, ലൈക്ക് ഇങ്ങനെ ഒരു ഫൈറ്റ് സീക്വൻസ് ഇന്ത്യ സിനിമയിലെ ഇല്ല. കില്ല കുറച്ച് വരും, ബട്ട് ഉണ്ണി കലക്കി. ഞാൻ മല്ലികാപുരം കണ്ടിട്ട് അത്ര ശാന്തമായിട്ട് അത്ര സ്വീറ്റ് ആയിട്ട് ഒരാൾ ഇവിടെ വന്നിട്ട് ഇത്ര ബ്രൂട്ടലായിട്ട് ഒരു ബീസ്റ്റ് ആയിട്ട് ചെയ്തു. ഐ റിയലി ലവ് ദാറ്റ് ഫിലിം. സോ അതുപോലെ ആവേശം, പിന്നെ every movie that has come out now recently, എല്ലാം മലയാള സിനിമ ഇസ് ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് ഗ്രോൺ സോ വെൽ. നിങ്ങളുടെ കോണ്ടന്റ് ബേസ്ഡ് സിനിമ ഇസ് ഫാന്റാസ്റ്റിക്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ OTT ഇത് പാൻ ഇന്ത്യ സിനിമ കാണുമ്പോൾ നോക്കുമ്പോൾ ഒരു മിന്നൽ മുരളി പാൻ ഇന്ത്യയിൽ വന്നു, ബട്ട് ഒരു OTT പ്രോഡക്റ്റാണ് വന്നു അല്ലേ. പക്ഷേ ഒരു KGF, ഒരു ചെറിയ ഇൻഡസ്ട്രിയിലിருந்து KGF വന്നു, പിന്നെ കാന്താര വന്നു, ബാഹുബലി വന്നു തെലുഗുല, ബാഹുബലി RRR മറ്റതെല്ലാം വന്നു. തമിഴിലെ we have still working on it. മലയാള സിനിമയിലെ ചെറിയ പടങ്ങൾ ചെയ്തിട്ട് നല്ല കോണ്ടന്റ് ബേസ്ഡുള്ള പടം ചെയ്യുമ്പോൾ ഇപ്പോ എംബുരാൻ ഇസ് കമ്മിങ്, വിച്ച് ഇസ് എ പാൻ ഇന്ത്യ ഫിലിം. ഐ എം ഷുവർ അത് വന്ന് ഒരു ഐ വാണ്ട് ഇറ്റ് ടു ബി എ ബിഗ് ഫിലിം, ബിക്കോസ് ഞാനും ഐ നോ എവറി മലയാളി വാണ്ട്സ് ദാറ്റ് ഫിലിം ടു ബി എ ഹ്യൂജ് ഫിലിം. ആൻഡ് അതിലെ ലാലേട്ടൻ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ്, അത് മാത്രം കാര്യമില്ല. പൃഥ്വി ഈസ് ഓൾസോ വെരി ഗുഡ് ഫ്രണ്ട്. എനിക്ക് എപ്പോഴും ഒരു നടൻ ലൈക്ക് നോട്ട് ലൈക്ക് ഡയറക്ടർ വന്നിട്ട് നടനാകുമ്പോൾ വേറെ ഒരു അത് കുറച്ച് ടെൻഷൻ, ബട്ട് ഒരു നടനായിട്ട് ഇരുന്ന് ലൈക്ക് ധനുഷ് ചെയ്തു, ഇപ്പോൾ പൃഥ്വി ലൂസിഫർ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ട് I was pretty shocked. So അതും എംബുരാനിൽ വന്ന് I seen the trailer, it's fantastic, promises to be a great film. I hope it's the first pan India huge film that creates records for Malayalam cinema and really puts it out there. So ആ പടത്തോടെ ഞങ്ങൾ പടമും വരുന്നു. It's a nice feel good emotional different type of a film. രണ്ട് പടങ്ങളും ഒറ്റ ദിവസത്തിൽ വരുന്നു. So I'm just hoping that Malayalis have always liked content based films. So രണ്ട് പടങ്ങളും will be received very well. And I'd like to thank you all in advance. നിങ്ങളുടെ wishes, നിങ്ങളുടെ blessings, and I love you all. Thank you for എപ്പോഴും സിനിമയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് എപ്പോഴും. It's very close to me.